ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? കേരളത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഓനെ പീഡിപ്പിച്ചു, മറ്റവനെ പീഡിപ്പിച്ചു, അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു, ഈ ഒരു ന്യൂസ് തന്നെ ഉള്ളൂ. കാര്യമായിട്ട് എവിടെ നോക്കിയാലും അല്ലേ, കേട്ട് 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 മടുത്തു. അത്തരത്തിലുള്ള ന്യൂസുകളാണ് ഓരോ ദിവസം വരുന്നത്. എന്നാൽ ന്യൂസ് ഇങ്ങനെ ആയിക്കോട്ടെ, കേരളത്തിലാണോ അത് പത്താളെ അറിയുന്നുണ്ടോ, ഫേമസ് ആയ വിഷയമാണോ, അതിലും കയറി തലയുടെ ഒരു ചങ്ങായി ആരാന്നല്ലേ ഞാൻ കാണിച്ചു തരാം. അപ്പോ ഈ 16 വയസ്സായ ഒരു പെൺകുട്ടിനെ അതിക്രൂരമായി വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച ഈ ആളെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ എനിക്ക് ഫസ്റ്റ് ടൈം ഓനിക്കറിയാത്ത ഒരു കാര്യമല്ല അള്ളാടെ ദുനിയാവില്. ആരെന്ത് വൈറലായാലും അതിന്റെ പിന്നാലെ എവിടെ വരും. എനിക്ക് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, അഫ്കോഴ്സ് എന്റെ ശത്രു നന്ദിനി റെഡ്ഡിയാണ്. ആ സമയത്ത് എന്റെ ശത്രു അല്ലായിരുന്നു, എന്റെ ഫ്രണ്ട് ആയിരുന്നു. എന്റെ ഫ്രണ്ട് അവിടെ കേട്ടെ, അഫ്കോഴ്സ് ഓന്റെ ഫ്രണ്ട് നന്ദിനി റെഡ്ഡിയാണ് എന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇത്രയും കാലം ഓ കണിഞ്ഞു നോക്കിക്കണു എങ്ങനെ ഇപ്പൊ നന്ദിനി റെഡ്ഡിയുടെ പേരൊന്ന് പുറത്തു വരാൻ പറ്റുക എന്നുള്ളത്. ഇവനും നന്ദിനി റെഡ്ഡിയും തമ്മിലുള്ള വിഷയം എന്താ അറിയോ നിങ്ങൾക്ക്? ഇല്ലല്ലേ? പലർക്കും ഇപ്പോഴും അറിയില്ല എന്തിന്റെ പേരിലാണ് നന്ദിനി റെഡ്ഡി ഇവന്റെ വീഡിയോസിന് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല. ഈ ആഷി എന്ന് പറയുന്നതല്ലേ, ആഷി എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അതായത് ഇവർ തമ്മിൽ അടിയും പിടിയും ഉണ്ടായ സമയത്ത് ഈ നന്ദിനി റെഡ്ഡിയുടെ അടുത്തേക്കാണ് പോയിക്കണത്. എന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ടാണ് ഈ ആഷി പിന്നെ കരയും പറയും ചെയ്തിട്ടുണ്ട്, ഇന്നൊന്ന് രക്ഷിക്കണം, ഞാൻ ഈ ജാസിയുടെ വലയിൽ പെട്ടതാണ്, ഒന്ന് രക്ഷിക്കണം, എനിക്ക് എൻ്റെ കുടുംബം വേണം, ഉമ്മാനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയും പറയും ചെയ്തിട്ട് ആ പെണ്ണ് പിന്നെ ഇവനിക്ക് അവളുടെ റൂമിൽ ഒരു ഇത് കൊടുത്തു, എന്താ ഒളിത്താവളം എന്ന് തന്നെ പറയാം. അങ്ങനെ കൊടുത്തു. ജാസി വിളിക്കുന്ന സമയത്ത് ഈ നന്ദിനി റെഡ്ഡി പറയും, ഇല്ല ഇവിടെ അല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ. അങ്ങനെ ഈ ഒരു ഹോട്ടലിലുള്ള ഒരു ചെക്കനെ ആരോ ഇത് കണ്ടിട്ടാണ് ഈ ജാസിനെ അറിയിച്ചത് ഇവിടെ ഉണ്ട് ആശി എന്നുള്ളത്. അങ്ങനെ ഈ ജാസി ഈ നന്ദിനി റെഡ്ഡിയുടെ റൂമിലേക്ക് വന്നതാണ്. റൂമിലേക്ക് വന്നിട്ട് അവിടെ റൂമിൽ നിന്ന് പിന്നെ എനിക്കിപ്പോ കാണണം തുറക്ക് എന്ന് പറഞ്ഞിട്ട് തുറന്ന് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് കണ്ടുപിടിച്ചു ആശിന്. അന്ന് മുതൽ എന്തായി, ഈ ജാസി വിചാരിച്ചു ഇവര് തമ്മിലാണ് ഭയങ്കര ബന്ധം. പക്ഷെ ഈ ആശി വന്നിട്ട് ഒരു സഹായം ചോദിച്ചതാണെന്നും ആ സഹായത്തിന്റെ പേരിലാണ് അവിടെ ഒരു ഒളിക്കാനൊരു ഇടം കൊടുത്തതെന്നുള്ളതും പിന്നീട് ആശി പറഞ്ഞില്ല. ആശി പറയാൻ അതിനൊരു കാരണമുണ്ട്. കാരണം ആശിയുടെ അത്രയ്ക്ക് തെളിവ് ഈ ജാസിയുടെ കയ്യിലുണ്ട്. അതെന്താന്നുള്ളതോ അതിന് എന്തിനാണ് ഈ ആശി ഇത്ര പേടിക്കുന്നതെന്നുള്ളതും വേറെ ആർക്കും അറിയില്ല. ആശിയുടെ ഉമ്മ എന്നോട് സംസാരിച്ച സമയത്തും ഈ കാര്യം തന്നെ പറഞ്ഞിരുന്നത്. എന്തിന്റെ പേരിൽ ആശിനെ നന്നായി പേടിപ്പിച്ച് നിർത്തിയിരിക്കണോന്ന്. അതുകൊണ്ടാണ് എന്താര് പറഞ്ഞിട്ടും കേൾക്കാത്തതും ചെയ്യാത്തതും ഈ ആശി എന്നുള്ളത്. ആശി അതിൽ കുടുങ്ങി പോയിക്കുകയാണെന്നുള്ളത് തന്നെയാണ് ഈ ആശിയുടെ ഉമ്മയും ആശിനെ അറിയുന്നവരും വിശ്വസിക്കുന്നത്. ബാക്കി കേൾക്കാം. ആ സമയത്ത് എനിക്ക് ശത്രു അല്ലായിരുന്നു, എന്റെ ഫ്രണ്ട് ആയിരുന്നു. എന്റെ ഫ്രണ്ട് ആയിട്ട് കൂടെ നിന്നിട്ടാണല്ലോ എനിക്ക് അവൾ പണിഞ്ഞത്. അപ്പോൾ അവളായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നോട് ഇവള് പറഞ്ഞു, ജാസ്മിൻ നല്ല ആക്ടിങ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എനിക്ക് ഒരു ആളറിയാം, അതായത് ഇയാളെ ഈ മുരാരി തന്ത്രിനെ അറിയാം, അയാള് പുതിയൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിൽ നല്ലൊരു റോളിന് വേണ്ടിയിട്ട് അയാൾ കുറെ ആൾക്കാരെ തിരയുന്നു. ഇയാള് സിനിമ എടുക്കുക, എന്നിട്ട് ഇവനെ അതിൽ കട്ടപ്പന ആക്കാന്ന് പറഞ്ഞു ഇത്രേ. കട്ടപ്പന തന്നെയല്ലേ? കട്ടപ്പ ആക്കാന്ന് പറഞ്ഞു ഇത്രേ. എന്നിട്ട് അത് വിശ്വസിച്ചിട്ടാണ് ഇയാളെ അടുത്തേക്ക് പോയെന്ന്. ഇനി ബാക്കിയും കൂടി കേൾക്കി. അപ്പോ അതില് ഒരു ഡാൻസറിന്റെ വേഷം, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വേഷമാണ് ഉള്ളത് അതിലുള്ളത്. അപ്പൊ ആ വ്യക്തി ഇവനെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ പോയി. ആ സമയത്ത് ഇവനെ പീഡിപ്പിച്ചു. അതാപ്പോ ഓൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓനെ പീഡിപ്പിച്ചിട്ടുമില്ല, ഓനെ പേടിപ്പിച്ചിട്ടുമില്ല. ഇനിയിപ്പോ അയാളെ നിലപാട് കേൾക്കണം. ഏത്? ഈ മൂരാച്ചി തന്ത്രി എന്താ പറയണ വെച്ചിട്ടാ, നാട്ടിലുള്ള മുഴുവൻ ആളുകളെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ച. പക്ഷെ ഈ കരുനായി പറയണത് നിങ്ങൾ ആരും വിശ്വസിക്കരുത് എന്നാണ് അയാളെ നിലപാട്. ഇനി അങ്ങനെ എങ്ങാനും കോടതി ഇവൻ പറയുന്നത് കേട്ടിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുത്ത് അയാൾ പറഞ്ഞേക്കണം, ഞാൻ ഈ ഇവിടേക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങില്ല, അതിൻ്റെ ഉള്ളിൽ കടന്നോളാന്ന്. അതിക്കും വലിയ മാനക്കട എന്താ? ഉമ്മാരി ഒരു കാക്കാന്, അതും ഈ മൂരാച്ചിയുടെ പ്രായ ഇവനിക്കും ഉണ്ട്. എന്നിട്ടാ പറയുന്നത് പിന്നെ ഇന്നെ പീഡിപ്പിച്ചാൻ നോക്കി. അന്ന് ഇതേമാതിരി ആ സിംജിതയുടെ പ്രശ്നം വന്നപ്പോ പറഞ്ഞു ഓന് ഇന്നെ ബസ്സിന്ന് ഇതേമാതിരി പീഡിപ്പിച്ചാൻ നോക്കിന്ന്. ഇവന്റെ ഒക്കെ പണ്ടത്തെ ചേലും കോലം കണ്ടുക്കണു നിങ്ങള്. എന്നിട്ട് ആ കോലം വെച്ചിട്ട് ഓനെ പീഡിപ്പിച്ചാൻ നോക്കി. ഇവനെ എല്ലായിടത്തും പീഡിപ്പിച്ചാൻ നോക്കുക. ഇങ്ങനെ ഉണ്ടോ ഇവനെ? എന്താര് കഷ്ടപ്പെട്ട ഒരു കേസ് ഉണ്ടാക്കിയാലും അതിലൊന്ന് തലയിടും ഇവനെ. എന്നാ ഓനെ കുറിച്ച് കുറച്ചാണ് ചർച്ചയാകുമല്ലോ.
അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ ഇയാളെ നെഞ്ഞത്തേക്കപ്പൊ കയറിയിരിക്കണം. ഇയാളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയിലിന്റെ ചുമരുമ്പോ തലടിച്ച് ആവും. ഇവനൊക്കെ പീഡിപ്പിച്ചു എന്ന് പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പീഡന ലിസ്റ്റിൽ ഇവനും കയറിയിരിക്കണു പറഞ്ഞാല് പിന്നെ എങ്ങനെയാ അയാൾ സഹിച്ച? അയക്കും നല്ലത് ജാമ്യം വേണ്ട, പുറത്തേക്കും ഇറങ്ങണ്ട, എങ്ങനെയാണ് തൂക്കിക്കൊന്നോളിന്ന് അറിയും. എവിടെ എന്താണോ തലയിടാൻ പറ്റി അവിടെയൊക്കെ കയറി തലവിടും. ഇത് കേട്ടോ. പിന്നെ നോമ്പ് ഞാൻ മുസ്ലിം അല്ലേ, നോമ്പൊക്കെ ഉറപ്പായിട്ട് എടുക്കും. നോമ്പിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ഓ മുസ്ലിം, അവന്റെ സുന്നത്തല്യാണൊക്കെ കഴിഞ്ഞിരിക്കുന്നു. സംശയം ഒരു വേണമെങ്കിൽ നോക്കിക്കോ ചെയ്യും. പിന്നെ ആരോഗ്യമുള്ള സമയത്ത് എല്ലാ പ്രാവശ്യം നോമ്പ് എടുക്കാറുണ്ട്. ചില ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ നോമ്പ് ഒഴിവാക്കാറുള്ളൂ. അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് എല്ലാം എന്താകുന്നു, കാരണം പ്രായം അയക്കണേ, അത്യാവശ്യം പ്രായം അയക്കണു. ആരോഗ്യമുള്ള സമയത്തൊക്കെ നല്ല നോമ്പ് എടുക്കുത്തരേ. അതിന് ഇവനിക്ക് എന്താ ആരോഗ്യക്കേടാ ഈ പ്രായത്തിന്റെ അല്ലാതെ? അനക്ക് മറ്റേ മാസക്കുള്ളിയൊന്നും ഇല്ലല്ലോ. 30 നോമ്പും മറ്റേ 23 കിട്ടുള്ളൂ എന്ന് പറയാനേ. ഉണ്ടോ? എന്നാലും മൈക്ക കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഇപ്പോനെ കുറിച്ചിട്ടൊരു ഈ വീഡിയോ ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 2-2.5 കൊല്ലമായിക്കണം ഇവനെ കുറിച്ചിട്ട്. ഈ 2.5 കൊല്ലത്തിൽ ആഴ്ചയിൽ ഓൻ 6 ദിവസം പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ദാ എന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. കാരണം ഞാൻ എന്താ പറയുക, കുറച്ച് ഫ്രണ്ട്സിനെ കല്യാണമല്ലോ. ഇവിടെ കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കും എന്റെ കല്യാണം എന്താണ് ഞാൻ ഈ വെയർ ചെയ്യാന്ന്. കാരണം ഇനി എന്ത് ഡ്രസ്സ് ഇടുന്ന ആലോചിച്ചോക്കുന്നത്. ഈ ഡ്രസ്സേ ഇടണ്ട, അതായിരിക്കും നല്ലത്. കാരണം നാട്ടുകാർക്കൊന്നും മനസ്സിലാവും. തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ കിട്ടൂല, മനസ്സിലായോ? ഈ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടൂല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഇപ്പൊ ഒരു 4 കൊല്ലമായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ കല്യാണം ഉടനെ ഗ്രാൻഡായിട്ട് അതന്നെ കേൾക്കുള്ളൂ. അടുത്ത കൊല്ലം, അതായത് 2027 ദേ മാസങ്ങൾ കുറിച്ച് വെച്ചോ, ഞാൻ വേണമെങ്കിൽ ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. അന്നും എനിക്ക് പറയണ്ടാകാൻ എന്താ അറിയോ, എന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. ഇവന്റെ മെയിൻ ഹോബി എന്താ അറിയോ? കുറെ പുട്ടിയിടുക, എന്നിട്ട് എന്ത് ചെയ്യുക, നടന്ന് പട്ടി ഷോ കാണിക്കുക. ഇവൻ പണ്ട് കാലത്ത് കുറച്ച് ലോഡിങ്ങിനൊക്കെ പോയിത്രേ. അതുകൊണ്ട് എന്താണ് അറിയോ, ഈ ജിറാഫ് പുല്ല് കടിച്ചു വരുന്ന മാതിരി ഇതാ വരുന്നുണ്ടോ. ഓന്റെ വിചാരം ആ വരുന്നത് എല്ലാരും വിചാരിക്കുക കുവൈത്ത് രാജകുമാരിയാന്നാണ്. നമ്മക്കല്ലേ അറിയുള്ളൂ. അത് റമദാനായി പർദ്ദ കയറി. ഇനിയിപ്പോ ഒരു 17 ഗജ്ജണം ഓ അമ്പലത്തിൽ കൂടെ ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ. ശരി എന്നാ, ഓക്കെ. ഇതാണ് അവസ്ഥ. ശരി, ഓക്കെ, ബൈ.